ഹായ് ക്രിയേറ്റേഴ്സ്. ഇനി മുതൽ ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സിന് സാലറി നൽകാൻ പോവുകയാണ്. സാലറി എന്ന് പറയുമ്പോൾ 2,70,000 ഏകദേശം 3 ലക്ഷത്തിന്റെ അടുത്ത് മാസം തോറും ലഭിക്കുന്ന രീതിയിലാണ് ഫേസ്ബുക്ക് ഇപ്പോൾ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയവർക്കല്ല ഇത് ഫേസ്ബുക്ക് കൊടുക്കുന്നത്. പകരം നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണ്, അതല്ലെങ്കിൽ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടെങ്കിലാണ് ഫേസ്ബുക്ക് നിങ്ങൾക്ക് സാലറി തരുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഫേസ്ബുക്കിന് എന്താ ഭ്രാന്തായോ? കാരണം യൂട്യൂബിലും ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ നമ്മൾ റീച്ച് ഉണ്ടെങ്കിൽ അവർക്ക് എന്തിനാ സാലറി കൊടുക്കുന്നത്, അതും ഇത്ര വലിയൊരു എമൗണ്ട്, ഏകദേശം 2,70,000 വരെ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാം. എന്തിനാണ് ഫേസ്ബുക്ക് ഇതിങ്ങനെ നൽകുന്നത്, ആർക്കൊക്കെയാണ് നൽകുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇത് നമുക്ക് ലഭിക്കുമോ എന്നുള്ളതൊക്കെ. യെസ്, അപ്പൊ ഞാനിവിടെ പറഞ്ഞു ഫേസ്ബുക്ക് തെരഞ്ഞെടുത്ത ക്രിയേറ്റേഴ്സിന് മാസം തോറും സാലറി നൽകാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് അവരെ കൂടി ഫേസ്ബുക്കിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഫേസ്ബുക്കിലോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഈ ഒരു നിശ്ചിത എമൗണ്ട്, ഇത്രയും വലിയൊരു എമൗണ്ട് ക്രിയേറ്റേഴ്സിന് നൽകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കൂടുതൽ ആളുകൾ യൂട്യൂബിൽ നിന്നും ടിക്ടോക്കിൽ നിന്ന് അതുപോലെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ആളുകൾ ഫേസ്ബുക്കിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ ഫേസ്ബുക്കും സെയിം ആണ്, മെറ്റയുടെ കീഴിലാണ് നമുക്ക് അറിയാം. അപ്പൊ ഫേസ്ബുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് മാസം തോറും, അത് 3 മാസത്തേക്കാണ് അവര് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇത്ര വ്യൂസ് വേണമെന്ന് ഫേസ്ബുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു സാലറി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര വ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഒന്നും ഇവിടെ ആവശ്യമില്ല. മാത്രമല്ല, നമ്മൾ ജസ്റ്റ് റീൽ ഇടുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് കിട്ടും. അപ്പൊ ഇതിന് വലിയ രീതിയിൽ നിങ്ങൾ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടും വലിയ ക്രിയേറ്റേഴ്സിന് മാത്രം ലഭിക്കൂ എന്ന് നിങ്ങൾ കരുതണ്ട. ചെറിയ രീതിയിൽ റീൽസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടിയും ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. മാത്രമല്ല, ഇതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു കാര്യം, ഫേസ്ബുക്കിൽ 6 മാസമായിട്ട് ആക്റ്റീവ് ആകാത്തവർക്കാണ് ഇത് കൂടുതലായിട്ട് ലഭിക്കാൻ ചാൻസ് എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. അപ്പൊ ഫേസ്ബുക്കിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരവിടെ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പോയിന്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായത്. ആർക്കെയാണ് ലഭിക്കാൻ സാധ്യത? ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഇത് ലഭിക്കാൻ. നല്ല ഫോളോവേഴ്സ് ഞാൻ പറയുന്നില്ല, ഇതിനൊരു സ്ലാബ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയാം. മാത്രമല്ല, അപ്പൊ ഫേസ്ബുക്കിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല, പക്ഷെ ഫേസ്ബുക്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്കറിയാം. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ അവിടെ ടൂളുകൾ ലഭിക്കണം, കണ്ടന്റ് മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ. അതൊന്നും ലഭിക്കാത്തവരാണെങ്കിൽ കൂടിയും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റീച്ച് കൂട്ടി തരുന്നു. ഫേസ്ബുക്ക് തന്നെ റീച്ച് അവരുടെ വക കൂടുതൽ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര നല്ലൊരു ഫീച്ചറാണ് വന്നിട്ടുള്ളതെന്ന്. മാത്രമല്ല, ഓൺ ദി സ്പോട്ടിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആക്കി തരും ചെയ്യും ഫേസ്ബുക്കിൽ. അപ്പൊ നമുക്കറിയാം പലർക്കും ഇപ്പൊ നല്ല റീച്ച് ഉണ്ടെങ്കിൽ കൂടെയും അവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഫേസ്ബുക്ക് ഇപ്പൊ പറയുന്നത്, ഈ ഒരു ടൂള് നിങ്ങളുടെ ഇതില് ഓപ്ഷൻ എനേബിൾ ആയിട്ട് ഞങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷനും എനേബിൾ ആക്കി തരുന്നതാണ്. നിങ്ങളുടെ റീലുകൾ, നിങ്ങളുടെ പോസ്റ്റുകൾ കൂടുതൽ ഫേസ്ബുക്കിന്റെ വക കൂടുതലായിട്ട് ഫേസ്ബുക്ക് തന്നെ ബൂസ്റ്റ് ചെയ്ത് തരുന്നതുമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എത്ര ഫോളോവേഴ്സ് ഉണ്ടായാലാണ് ഈ ഒരു സ്കീം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. 20,000 മുതൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് 20,000 ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് $100 മുതൽ $450 വരെ ലഭിക്കും. അപ്പൊ ഒരു 1 lakhന്റെ അടുത്ത്, നമുക്ക് 20,000ന്റെ 1 lakhന്റെ ഉള്ളിൽ ഏകദേശം ഒരു 9,000 മുതൽ 40,000 രൂപ വരെ ലഭിക്കുമെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് 1 lakh ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം $1,000 ഒക്കെ ലഭിക്കുന്നതാണ്. ഏകദേശം 1,90,000 ഇടയിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് 3 മാസത്തേക്ക് നൽകുന്നതാണ്. ഇനി അതല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് 10 lakh ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഏകദേശം $3,000, നമ്മൾ നേരത്തെ പറഞ്ഞ 2,70,000 രൂപ വരെ ലഭിക്കുമെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലായി. ഫേസ്ബുക്ക് എന്തിനാണ് ഇത് നൽകുന്നത്? ഫേസ്ബുക്കിലേക്ക് കൂടുതൽ ക്രിയേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ 3 മാസത്തേക്കാണ് ഫേസ്ബുക്ക് ഇത്
കൊടുക്കുന്നത് 2,70,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ് 3 മാസത്തേക്ക്. അതിൽ നമുക്ക് 20,000 ഫോളോവേഴ്സ് നമുക്കിത് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മോണിറ്റൈസേഷന്റെ പേജിൽ ഇൻവൈറ്റ് ഓൺലി, സാധാരണ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ലഭിക്കുന്നത് പോലെ ഇൻവൈറ്റ് ഓൺലി, അതായത് ഫേസ്ബുക്ക് തിരഞ്ഞെടുത്ത ക്രിയേറ്റേഴ്സിനാണ് ഇത് ലഭിക്കുക. മാത്രമല്ല നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് നമ്മളൊരു 15 റീൽസ് മാസത്തിൽ ഇട്ടാൽ മതി. ഇനി ഇതിന്റെ കുറച്ച് നിബന്ധനകളുണ്ട്, അത് ഞാനൊന്ന് പറയാം. ഇതിനെന്തായാലും 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു ഓപ്ഷൻ ഇൻവൈറ്റ് ഓൺലി ആണ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വരുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു മാസത്തിൽ 15 റീലുകളെങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കണം. അതുപോലെ വാട്ടർമാർക്ക് പാടില്ല. നമ്മൾ ഈ ഒരു ആപ്പിന്റെ ഒക്കെ വാട്ടർമാർക്കുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് US-ലും കാനഡയിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫേസ്ബുക്കിൽ കൂടുതൽ ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഫേസ്ബുക്ക് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ ഇനിയും വരാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം. കാരണം ഫേസ്ബുക്കിൽ ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ വരുന്നു. ഫേസ്ബുക്കിൽ റീച്ച് ഇല്ലാത്തവരെയാണ് ഫേസ്ബുക്ക് കൂടുതൽ ഈ ഒരു പ്രോഗ്രാമിന് പരിഗണിക്കുന്നത്. ഈ ഒരു സ്കീം ലഭിക്കുമെന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒരു അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. കാരണം റീച്ച് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പിറകിലേക്ക് പോകരുത്. അപ്പൊ നമുക്കൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും വേണ്ടത് എന്താണ്, അവരുടെ നല്ല കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത് എത്രയും വേഗത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിലും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കണ്ടന്റ് ഒന്നായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷെ അതെല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ അത് കൊണ്ട് ചെല്ലുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.